സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും പല ആളുകളെ കണ്ടുമുട്ടുമ്പോഴും ആ കണ്ടുമുട്ടലുകളും ആ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തിയേക്കാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയേക്കാം, നമ്മുടെ തീരുമാനങ്ങൾ മാറിയേക്കാം. നമ്മുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങളും ആ സാഹചര്യങ്ങളും ആ വ്യക്തികളും മുഖാന്തരം വന്നേക്കാം. എന്നാൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറുമോ? ജീവിതം ഒരു അത്ഭുതമായി മാറുമോ? നാം ഒരു അനുഗ്രഹമായി തീരുമെന്നും നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്നും പറയാനൊക്കുമോ? അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തിയെ കണ്ടുമുട്ടിയത് മുഖാന്തരം തൻ്റെ ജീവിതം മാറിമറിഞ്ഞതും അതിശയകരമായ അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നതുമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്കിന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ടുള്ളത്. അതിനായി വിശുദ്ധ ബൈബിളിലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുന്നോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വവും ആ വ്യക്തിയാൽ മാറിമറിയപ്പെട്ട ഒരു ജീവിതവും ഇവിടെ നാം കാണുന്നുണ്ട്. ആരാണ് ആ വ്യക്തി?
ജീവിതത്തെ മാറ്റിയ ആ വലിയ വ്യക്തിത്വമാരാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിത്വമാണ്. നാം വായിച്ച ഈ വേദഭാഗത്ത് നാം കണ്ടുമുട്ടിയ രണ്ടാമത്തെ വ്യക്തിത്വം സക്കായി എന്ന മനുഷ്യനാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തെ മാറ്റുവാനും തൻ്റെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാനും കഴിയുന്ന യേശു ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മാറ്റുവാൻ കഴിയുന്ന, തൻ്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ഈ യേശുവിനെ ഒന്ന് കണ്ടുമുട്ടണം, അവൻ്റെ അടുക്കിലേക്ക് ഒന്ന് പോകണമെന്ന ആശ തൻ്റെ ഹൃദയത്തിൽ ഉത്ഭവിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ അതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നതാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറ്റുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ അടുക്കൽ പോകുവാനും അവനോട് ഒരു ബന്ധത്തിലേക്ക് വരുവാനും എപ്പോഴെങ്കിലും താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിരിക്കുന്ന ഒരു ആഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മയ്ക്കും ആധാരമായത് തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹിച്ച സക്കായിക്ക് മുമ്പിൽ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. എന്താണ് തടസ്സം? അവനെക്കുറിച്ച് നാം പല കാര്യങ്ങളും ഇവിടെ നിന്ന് വായിച്ചു. യേശുവിനെ കാണാനും യേശുവിൻ്റെ അടുക്കൽ എത്തുവാനും ഉണ്ടായിരുന്ന അവനുള്ള തടസ്സങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അവൻ ഉയരം കുറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ധാരാളം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് അതിന് മധ്യത്തിൽ കടന്നു പോകുന്ന യേശുവിനെ കാണുവാനായിട്ട് ഈ പൊക്കം കുറഞ്ഞ സക്കായിക്ക് കഴിയില്ല. അത് ഒരു പരിമിതിയായിരുന്നു. തന്നിൽ തന്നെയുള്ള കുറവ്, അത് തൻ്റെ കുറ്റം കൊണ്ട് വന്ന കുറവൊന്നും അല്ലെങ്കിലും തനിക്കൊരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. നമ്മളിൽ തന്നെയുള്ള കുറവുകൾ. സക്കായിയുടെ പൊക്കമില്ലായ്മ അവനൊരു തടസ്സമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പാപമോ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക നിലവാരമില്ലാത്ത സാഹചര്യങ്ങളോ ആയിരിക്കാം യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ നമുക്ക് തടസ്സമായി നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ അശുദ്ധനല്ലേ, ഞാൻ പാപിയല്ലേ, എനിക്ക് യേശുവിൻ്റെ അടുക്കൽ എങ്ങനെ പോകുവാൻ കഴിയും എന്ന് ഒരു ചിന്ത ഒരുപക്ഷെ നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ ഇതിനൊക്കെയും പരിഹാരം യേശുവിൻ്റെ അടുക്കലുണ്ട്. യേശു നിങ്ങളെ പാപിയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നവനല്ല, പാപികളെ അടുക്കൽ വിളിക്കുന്നവനും അവരുടെ പാപത്തെ മാറ്റുകയും പാപത്തിന് പരിഹാരം വരുത്തുകയും ചെയ്യുന്ന, പാപമെന്ന രോഗത്തിന് നന്നായി ചികിത്സിക്കുവാൻ കഴിയുന്ന, സൗഖ്യം നൽകുവാൻ കഴിയുന്ന വൈദ്യനാണ് യേശു എന്നുള്ള കാര്യം നാം മറക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്ദേഹങ്ങൾ, അതിനെ അതിജീവിക്കുവാൻ നാം തയ്യാറാകണം. ഞാൻ പൊക്കമില്ലാത്തവനല്ലേ എന്ന് ചിന്തിച്ച് സക്കായി ഇരുന്നില്ലല്ലോ. സക്കായി അതിനെ മറികടക്കുവാനുള്ള വഴി താൻ തേടുകയുണ്ടായി. അതുമാത്രമല്ല, സക്കായിയുടെ മുമ്പിൽ യേശുവിനെ കാണുവാൻ മറ്റൊരു തടസ്സമെന്ന് പറയുന്നത് ജനസമൂഹമാണ്. ധാരാളം പുരുഷാരം യേശുവിന് ചുറ്റുമുണ്ട്. യേശുവിൻ്റെ ചുറ്റുമുള്ള മനുഷ്യർ യേശുവിനെ കാണുവാനുള്ള ആ കാഴ്ച സക്കായിൽ നിന്ന് മറിച്ചു കളഞ്ഞു. ഇന്ന് നിങ്ങളുടെയും ചുറ്റും നിൽക്കുന്ന അനേക മനുഷ്യരും നിങ്ങളുടെ കാഴ്ചയെ യേശുവിലേക്ക് നോക്കുവാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടാവാം. ചില ആളുകൾ പറഞ്ഞേക്കാം, നീ ചെറുപ്പം മുതൽ ഇതല്ലേ ശീലിച്ചു വന്നത്, പിന്നെന്തിനാണ് മറ്റൊന്നിലേക്ക് ചിന്തിക്കുന്നത്, മറ്റൊന്നിലേക്ക് തിരിയേണ്ട ആവശ്യം നിനക്കില്ലല്ലോ എന്ന് പറഞ്ഞേക്കാം. അതല്ല, ചില ആളുകൾ അങ്ങനെയൊക്കെ നീ ചെയ്താൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാകും എന്നും ചിലപ്പോൾ പറഞ്ഞേക്കാം. ചില ഭീഷണികൾ വന്നേക്കാം, ചില കളിയാക്കലുകൾ അനുഭവിച്ചേക്കാം. ഇതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയ ശേഷവും സക്കായിയെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പരിഹസിച്ച് പറഞ്ഞ ചില ആളുകളെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ സക്കായിയുടെ മുമ്പിലുണ്ടെങ്കിലും സക്കായി എന്ത് ചെയ്തു? അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് തയ്യാറായി. തൻ്റെ വലിപ്പമോ സമൂഹത്തിലുണ്ട് തൻ്റെ ആഢ്യതയോ ഒന്നും മുഖവിലക്കെടുക്കാതെ ഒരു ശിശു ഓടുന്നത് പോലെ ഓടി ഒരു മരത്തിൽ കയറി അവിടെ ഇരുന്നു കൊണ്ട് യേശുവിനെ കാണണമെന്നുള്ള ഒരു ശ്രമമാണ് ഈ സക്കായി ഇവിടെ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ പല തടസ്സങ്ങളുണ്ട്. യേശുവിനടുക്കൽ വരുവാനും യേശുവിനോട് കൂടെ ആയിരിക്കുവാനും അനേക തടസ്സങ്ങൾ ഇന്നും മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. താങ്കളുടെയും ജീവിതത്തിലുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സക്കായിൽ വന്നത്? യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവനൊരു വലിയ വെളിച്ചത്തിൻ്റെ അടുക്കിലേക്കാണ് വന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമെന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നത്.
അതുകൊണ്ട് ഈ വലിയ വെളിച്ചത്തിൻ്റെ അടുക്കിലേക്ക് താൻ വന്നു നിന്നപ്പോൾ തൻ്റെ കുറവുകളെ തനിക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, നാം അല്പമൊക്കെ വെളിച്ചമുള്ളൊരു റൂമിൽ നിന്നാൽ അവിടെയുള്ളൊരു കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ അഴുക്കുകളൊന്നും കണ്ടെത്തിയില്ല എന്ന് വരും. എന്നാൽ സൂര്യൻ്റെ വെളിച്ചത്തിലേക്ക് നാം വന്നു നിന്ന് അവിടെ ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നാം മുമ്പ് റൂമിലായിരുന്നപ്പോൾ കാണാതിരുന്ന പലതും നാം കണ്ടെത്തിയേക്കാം. നമ്മൾ ക്രമീകരിക്കുവാനുള്ള പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നേക്കാം. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അവൻ വന്നപ്പോൾ തൻ്റെ കുറവുകളെക്കുറിച്ച് ബോധമുള്ളവനായി തീർന്നു. അയ്യോ, ഞാൻ അന്യായമായി പണം സമ്പാദിച്ചിട്ടുണ്ട്, അന്യായം ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അവൻ്റെ ഹൃദയത്തെ ഭരിച്ചു. തൻ്റെ കുറ്റങ്ങളെക്കുറിച്ച്, തൻ്റെ കുറവുകളെക്കുറിച്ച് ഒരു മാനസാന്തരം അവൻ്റെ ഹൃദയത്തിൽ വന്നു. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ എന്തെങ്കിലും അന്യായമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുവാനായിട്ട് പോവുകയാണ് എന്ന് പറയുകയാണ്. തൻ്റെ കുറവുകളെക്കുറിച്ച് തനിക്ക് ബോധം വന്നു. പ്രിയമുള്ളവരെ, നാമും യേശുവിൻ്റെ അടുക്ക് വരുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം നീതിയുള്ളവരും ന്യായമുള്ളവരും കുഴപ്പങ്ങളൊന്നും ചെയ്യാത്ത നല്ല മനുഷ്യരും എന്ന് പറഞ്ഞുകൊണ്ടല്ല യേശുവിൻ്റെ അടുക്ക് വരേണ്ടത്. യേശു എന്ന ആ സത്യവെളിച്ചത്തിന് മുമ്പാകെ, ആ വലിയ വെളിച്ചത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ നമ്മളെ ഒന്ന് നോക്കണം, നമ്മുടെ കുറവുകളെ കണ്ടെത്തണം. നാം എത്രയോ പാപികളായ മനുഷ്യരാണ്. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യരിൽ ആരിലും പാപമില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനവും അങ്ങനെയാണ് പറയുന്നത്. പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ എന്നാണ് ദൈവവചനം പറയുന്നത്. ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഇത് നാം സമ്മതിക്കണ്ടേ? നമ്മളെ കണ്ടവനും നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവനും ഇനി കാണുവാൻ പോകുന്നവനുമായിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിലാണ് നാം വരുന്നത്. കർത്താവായ യേശുക്രിസ്തു ആരാണ്? അവൻ സാക്ഷാൽ ദൈവമല്ലേ? അവൻ സർവജ്ഞാനിയായ ദൈവമല്ലേ? സർവ്വ സാന്നിധ്യമുള്ള ദൈവമല്ലേ? സകലവും അറിയുന്ന വ്യക്തിയുടെ മുമ്പിലേക്ക് നാം വരുമ്പോൾ, പരിശുദ്ധനായിരിക്കുന്ന യേശുക്രിസ്തുവിന് മുമ്പാകെ നാം വരുമ്പോൾ നമ്മുടെ കുറവുകൾ സമ്മതിച്ച് നോക്കൂ. അവനെല്ലാം അറിയുന്നു. അവനോടൊന്ന് തുറന്നു പറഞ്ഞാൽ നാം അവൻ്റെ വെളിച്ചത്തിൽ വസിക്കുകയും നമ്മുടെ ജീവിതം പ്രകാശിതമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് സക്കായി എന്ത് ചെയ്തു? യേശുവിൻ്റെ മുമ്പാകെ തൻ്റെ കുറവുകളെ സമ്മതിച്ചു. തനിക്കൊരു മാനസാന്തരം സംഭവിച്ചു. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഏത് മനുഷ്യനും ഇത് സംഭവിക്കും. ആ വലിയ വെളിച്ചത്തിൻ്റെ അടുക്കിലേക്ക് വരാത്തതാണ് നമ്മുടെ പ്രശ്നം. വരാത്തപ്പോൾ നാം നീതിമാനും കുറ്റമറ്റവനും നല്ലവനും എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ അടുക്കലൊന്ന് വരിക, ആ പരിശുദ്ധനായ നീതിമാനായ രക്ഷിതാവിൻ്റെ അടുക്കൽ വരുമ്പോൾ നാം നമ്മുടെ കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കും. നാം നമ്മുടെ കുറവുകളെ ദൈവം മുമ്പാകെ സമ്മതിക്കേണ്ടവരും അതിൻ്റെ പരിഹാരത്തിനായി യേശുക്രിസ്തുവിനെ ആശ്രയിക്കേണ്ടവരും ആണ്. യേശുക്രിസ്തുവിന് നമ്മുടെ കുറവുകൾക്ക് പരിഹാരം വരുത്തുവാൻ, നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുമോ? അത് താങ്കൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ലോകത്തുള്ള അനേകരും ഒരുപോലെ പറയുന്ന ഒരു വാക്കുണ്ട്, യേശുക്രിസ്തു ആരാണ്? പാപികളെ രക്ഷിക്കുവാൻ വന്നവനാണ് എന്ന് അനേകർക്കും അറിയാം. എങ്ങനെയാണ് യേശുക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തിയത്? എങ്ങനെയാണ് പാപികളെ പാപത്തിൽ നിന്ന് അവൻ രക്ഷിക്കുന്നത്? ക്രിസ്തുവേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനായിട്ടാണ്. എങ്ങനെയാണ് അവൻ രക്ഷിക്കുന്നത്? അവൻ തൻ്റെ ശരീരയാഗത്താൽ ഗതസമേന മുതൽ കാൽവറി മല വരെയും നീണ്ടുനിന്ന തൻ്റെ പീഡാനുഭവങ്ങളാൽ, മുറിവുകളാൽ, അടികളാൽ, രക്തച്ചൊരിച്ചിലിനാൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം നാം ഗ്രഹിക്കണം, നാം മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്കുള്ള പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണ പുനരുദ്ധാനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും പാപത്തിനുള്ള ശിക്ഷ നിത്യമായ നരകശിക്ഷയാണ്. എന്നാൽ അതിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു പ്രായശ്ചിത്തമായി നമുക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപമോചനമുണ്ട്, നിത്യസ്വർഗമുണ്ട്, നിത്യജീവിതം, സന്തോഷകരമായിരിക്കുന്ന ജീവിതമുണ്ട്. ഈ സക്കായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്ക വന്നത് മുഖാന്തരം ഇത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു. നിത്യസ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് താൻ പിന്നീട് പ്രവേശിക്കുകയുണ്ടായി.
നിത്യജീവൻ പ്രാപിച്ച ഒരു വ്യക്തിയായിട്ട് തീർന്നു. അതുമാത്രമല്ല, ഈ സക്കായി ഒരു ചെറിയ മനുഷ്യനാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനൊരു വലിയ മനുഷ്യനായി മാറിയില്ലേ? ഇല്ലേ? ഇന്ന് നാം ഈ സക്കായിയെക്കുറിച്ച് വായിക്കുന്നുണ്ടെങ്കിൽ അവനൊരു വലിയ വ്യക്തിയായതുകൊണ്ടല്ലേ നാം വായിക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അവൻ ജീവിച്ച് മരിച്ച് ഇവിടുന്ന് പോയിട്ട്. എന്നാൽ ഇന്നും നാം ഈ സക്കായിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അവൻ്റെ മാതൃകകൾ അനുകരിക്കുന്നുണ്ട്. ആ വ്യക്തി ഒരു വലിയ വ്യക്തിയല്ലേ? തീർച്ചയായിട്ടും സക്കായി ഒരു വലിയ വ്യക്തിത്വമാണ്. അവനെ ഒരു വലിയ വ്യക്തിയായിട്ട് ദൈവം മാറ്റി. അവനൊരു ചെറിയവനാണ്, പൊക്കമില്ലാത്തവനാണ്. എന്നാൽ ഇന്ന് വളരെ അനേകരേക്കാൾ ഉയരമുള്ള ഒരു വലിയ വ്യക്തിത്വമായിട്ട് അവൻ മാറി. കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളും ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് വ്യക്തിപരമായി അടുത്തു വന്നാൽ നിങ്ങളും ഇപ്പോഴായിരിക്കുന്ന സ്ഥിതി മാറി ഒരു വലിയ വ്യക്തിത്വമായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ അടുക്കൽ വരിക, അതാണ് നമുക്ക് ആവശ്യം. നമ്മെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ, അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അവൻ്റെ അടുക്കൽ വരിക. അതുമാത്രമല്ല, ഈ സക്കായി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ധനവാനാണ് എന്ന് ഇവിടെ നിന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായിട്ട് യാതൊരു സമ്പത്തുമില്ലാത്ത പരമദരിദ്രനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സക്കായി. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള സ്ഥിതി എന്താണെന്നറിയാമോ? അവനൊരു ധനികനായി മാറി, യഥാർത്ഥ ധനികനായി മാറി. കേവലം അല്പകാലം മാത്രം ഉപയോഗിക്കുവാൻ കഴിയുന്ന നശിച്ചു പോകുന്ന സമ്പത്ത് മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന സക്കായി ഇന്ന് ദൈവത്തിൻ്റെ മകനെന്ന സ്ഥാനത്തേക്കും ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശത്തിലേക്കും അവൻ വന്നിരിക്കുന്നു. അവൻ സമ്പന്നനായി, ആത്മീയ സമ്പന്നത അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മാറി. സ്വർഗത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി മാറി. നിങ്ങൾക്കും ഇത് സാധ്യമാണ്. യേശുവിൻ്റെ അടുക്കൽ വരണം. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയണം. കർത്താവേ, നീ എനിക്കായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങൾക്കും ഈ സ്വർഗീയ സമ്പത്ത് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നു. നാം ഓർക്കേണ്ടുന്നൊരു വിഷയമുണ്ട്. സക്കായി യേശുവിനെ അന്വേഷിച്ച് പോയപ്പോൾ യേശു ആരെ അന്വേഷിക്കുകയായിരുന്നു? യേശു സക്കായിയെ അന്വേഷിക്കുകയായിരുന്നു. സക്കായിയുടെ പരിശ്രമങ്ങളല്ല വിജയത്തിലേക്ക് എത്തിച്ചതെന്നുള്ളത് നമുക്കറിയാം. യേശു അവനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ, കാട്ടത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കിയത്. അവനെ നോക്കിയതും അവനെ വിളിച്ചതും ഞാൻ ഇന്ന് നിന്നോടുകൂടെ അത്താഴം കഴിക്കുവാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. നാം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ മനസ്സ് വയ്ക്കുമ്പോൾ യേശു അതിനേക്കാൾ അധികം ആഗ്രഹിക്കുന്നു. നാം യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനേക്കാൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ സാമീപ്യം, നാം അവൻ്റെ അടുക്കലായിരിക്കണമെന്നുള്ളത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഈ യേശുവിനെ കണ്ടെത്തി മുഖാന്തരം മറ്റെന്താണ് അവന് സംഭവിച്ചത്? അവൻ തിടുക്കത്തോടെ ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്, സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു, യേശുവിനെ കൈക്കൊണ്ടുവന്നാണ്. അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷം വന്നു. ഇത്രയും നാൾ അവന് ധാരാളം സമ്പത്തുണ്ട്, പരിചാരകരുണ്ട്, അധികാരമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അവന് ഇല്ലാതിരുന്നത് ഒന്നാണ്, സന്തോഷം. അവനില്ലാതിരുന്ന ഒന്ന് എന്താണ്? സന്തോഷം. അതിപ്പോൾ ഈ കണ്ടുമുട്ടലിലൂടെ അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. നിറയെ സന്തോഷം, നിറഞ്ഞ സന്തോഷമായി യേശുവിനെ സ്വീകരിച്ചു. അതുമാത്രമല്ല, അവനിൽ വലിയൊരു രൂപാന്തരം വന്നു. അവൻ പഴയ ആളല്ല. യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം സക്കായിയെ കണ്ടുമുട്ടിയ ആളുകൾ, ഇതാ പഴയ സക്കായി അല്ലല്ലോ, പഴയ ദ്രവ്യാഗ്രഹിയായ സക്കായി അല്ലല്ലോ, അതിക്രമം ചെയ്യുന്ന സക്കായി അല്ലല്ലോ, ഇവനെങ്ങനെ മാറിപ്പോയി എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് വന്നു. അവന് രൂപാന്തരം വന്നു. അവന് മനസ്സ് മാറി, അവൻ്റെ ലക്ഷ്യങ്ങൾ മാറി. പ്രിയ സ്നേഹിത, നിങ്ങളൊരു പക്ഷേ കോപിഷ്ഠനായ മനുഷ്യനായിരിക്കാം, അസൂയാലുവായ ഒരു വ്യക്തിയായിരിക്കാം, ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എങ്ങനെ എൻ്റെ മനസ്സ് മാറും, എൻ്റെ ഹൃദയമൊന്ന് മാറിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന വ്യക്തിയുമായിരിക്കാം. നിങ്ങൾക്കുള്ള പരിഹാരം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക, അവനുമായുള്ള ബന്ധത്തിലേക്ക് വരിക. അവന് നിങ്ങളെ മാറ്റുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മനസ്സ് മാറ്റി ഒരു പുതിയ ഹൃദയം തരുവാനായിട്ട് സാധിക്കും. ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ തിന്ന് ജീവിക്കുന്ന ഒരു പുഴു എങ്ങനെ ചിത്രശലഭമായി മാറുന്നു, അതുപോലൊരു മാറ്റം നിങ്ങളുടെയും ജീവിതത്തിൽ വരുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ അടുക്കൽ വരണം. അവൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
എന്നാൽ എല്ലാറ്റിനേക്കാളും അധികമായി കർത്താവ് സക്കായിയെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അത് കേവലം ഭൗതികമായിരിക്കുന്ന ഒരു രക്ഷ മാത്രമല്ല, ആത്മീയമായ ഒരു വലിയൊരു രക്ഷ. സക്കായി എന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം എന്ന പ്രശ്നമുള്ള നിമിത്തം അവനൊരു ശിക്ഷയുണ്ടായിരുന്നു. നിത്യനരകമെന്നതാണ് ആ ശിക്ഷ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അത് ഈ സക്കായിക്കും അനുഭവിക്കേണ്ടതായിട്ട്, അതിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ശിക്ഷാവിധി ഇല്ലാതെ, നരകത്തിന് ശിക്ഷ അനുഭവിക്കാതെ നിത്യസ്വർഗത്തിന് സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള സ്ഥിതിയിലേക്ക് കർത്താവായ യേശുക്രിസ്തു അവനെ മാറ്റി. അതാണ് കർത്താവ് പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. അതെ, കർത്താവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനെ രക്ഷകനും ദൈവവുമായി അംഗീകരിച്ചതോടുകൂടെ സക്കായിക്ക് രക്ഷ വന്നു. നിങ്ങൾക്കും രക്ഷ ലഭിക്കും. ആത്മീയമായൊരു രക്ഷ നിങ്ങൾക്കും ആവശ്യമുണ്ട്. എല്ലാ മനുഷ്യനും പാപികളായതുകൊണ്ട് നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ രക്ഷിതാവായി വന്ന് നമുക്ക് ഓരോരുത്തർക്കും പകരമായി മരിച്ച് ശിക്ഷയേറ്റ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് മുമ്പാകെ ജീവിതത്തെ സമർപ്പിക്കുക. കർത്താവെ, പാപിയായ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ നിത്യനരകമാണ്. എന്നാൽ അങ്ങനെ സ്നേഹിച്ചതിനും എനിക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് എൻ്റെ പാപങ്ങളുടെ ശിക്ഷ അനുഭവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനും നന്ദി കർത്താവേ. അങ്ങാണ് എൻ്റെ സൃഷ്ടിതാവായ ദൈവം. അങ്ങാണ് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന രക്ഷകൻ. അത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതം അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പറയുമോ? അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളൊരു അത്ഭുതമായി മാറും, അനേകർക്ക് അനുഗ്രഹമായി മാറും. നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹം നിറഞ്ഞ ജീവിതമായി മാറും. അതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന് അനുഗ്രഹം അനുഭവിച്ച് അനുഗ്രഹ സമ്പൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന. ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കണ്ടുമുട്ടിയ സഖായിയെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയും യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തൻ്റെ ജീവിതത്തിന് സമൂലമായിരിക്കുന്ന മാറ്റം വരികയും ചെയ്തത് ദൈവജനത്തിലൂടെ നാം കേട്ടുകഴിഞ്ഞു. താൻ ചതിവായി മേടിച്ചതെല്ലാം തിരികെ കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മനുഷ്യനുള്ള വലിയൊരു സന്ദേശമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാനിടയായി തീരുന്നതാണ് ഒരു മനുഷ്യൻ്റെ മാറ്റത്തിനും അനുഗ്രഹത്തിനും കാരണമായിരിക്കുന്നത്. സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുകയും കണ്ടുമുട്ടുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാനും കണ്ടുമുട്ടുവാനുള്ളതായിരിക്കുന്ന പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒരു പക്ഷേ നാം അവഗണിച്ച് കടന്നു പോയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ദൈവജന സന്ദേശത്തിലൂടെ ഒരിക്കൽ കൂടി നാം കേട്ടുകഴിഞ്ഞു, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിന് നാം ആഗ്രഹിക്കുന്ന മാറ്റമുണ്ടാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ,
കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് അതിൽ വിശ്വസിച്ച് അതിനെ നാം അംഗീകരിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരവും നമുക്ക് രക്ഷയ്ക്കുള്ള അടിസ്ഥാനവും ആയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിനായി, രക്ഷയ്ക്കായി, പാപമോചനത്തിനായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ ആശ്രയിക്കാതെ, അതിൽ വിശ്വസിക്കാതെ, ആ യാഥാർത്ഥ്യത്തെ അവഗണിച്ചുകൊണ്ട് മറ്റു പലതിലേക്കും നാം വഴിതിരിഞ്ഞു പോകുന്ന ആളുകളാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന സത്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് ഊന്നി പറയുന്നതായിരിക്കുന്ന യാഥാർത്ഥ്യം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നത് വഴിയാണ് മനുഷ്യന് രക്ഷയുള്ളത്, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമുള്ളത്. ഒരുവൻ സ്വർഗത്തിൽ പോകുന്നത്, അതേ സ്വർഗീയമായിരിക്കുന്ന ഉറപ്പ് ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ പാപങ്ങളെ അംഗീകരിച്ച്, നമ്മുടെ പാപങ്ങളെ അവൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഈ കർത്താവിനെ ജീവിതത്തിന് രക്ഷിതാവും നാഥനുമായി ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് രക്ഷ ഉണ്ടാകുന്നത്. ആ നിലയിൽ വിശ്വസിക്കുവാൻ, കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയോടെ ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്, സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്, അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം അങ്ങയുടെ വചനം എത്രയോ സത്യമാണ്, അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, ജീവിതങ്ങളെ മാറ്റുന്നതാണ്, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിന് ഈ ദിവസം രക്ഷാ ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിലേക്ക് വിട്ടുകൊടുക്കുവാൻ, കർത്താവിന് രക്ഷിതാവായി സ്വീകരിക്കുവാൻ, ക്രൂശുമരണത്തിൽ വിശ്വസിക്കുവാൻ ആവശ്യമായ കൃപ കർത്താവ് കൊടുക്കണം, കർത്താവ് നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.